പുതിയൊരു സാമ്പത്തിക വർഷത്തിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഇൻവോയ്സ് നമ്പർ റീസെറ്റ് ചെയ്യുന്നത്. പലപ്പോഴും പല ആളുകളും ഏപ്രിൽ ആവുന്നത് മറന്നു പോകാറുണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുക. ഇൻവോയ്സ് നമ്പർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കറിയാം ഒരു സാമ്പത്തിക വർഷം കംപ്ലീറ്റ് ആയി, അതുകൊണ്ട് തന്നെ അതിന്റെ കണക്കുകൾ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ കറക്റ്റ് ചെയ്യുക. കാരണം മുമ്പാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ കേസ് ഓഡിറ്റ് ഒക്കെ വരുന്ന കേസ് ആണെങ്കിൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ വരെ നമുക്ക് ലേറ്റ് ഫീ ഉണ്ടായിരുന്നു. അത് അസസിംഗ് ഓഫീസർ തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ ഈ ഒരു സാമ്പത്തിക വർഷം മുതൽ അത് മാറിയിട്ടുണ്ട്. നിങ്ങൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ 75,000 രൂപ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ഫൈൻ വരും. ഒരു മാസത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് 1.5 ലക്ഷത്തിലോട്ട് പോകും. അത് ഈ ഒരു സാമ്പത്തിക വർഷം മുതലാണ് ഇത് മാൻഡേറ്ററി ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിലുണ്ടാക്കും. ഒരു കാരണവശാലും ഈ ഒരു ഓഡിറ്റ് ഡിലേ വരരുത്. മറ്റൊരു കാര്യം, അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് അടക്കേണ്ട ഏറ്റവും ലാസ്റ്റത്തെ തീയതി എന്ന് പറഞ്ഞത് മാർച്ച് 15 ആയിരുന്നു. ഓൾറെഡി ലേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് അടക്കാനുള്ള ആളുകൾ, അതായത് നിങ്ങൾക്ക് ടാക്സ് ഒക്കെ അടക്കാനുള്ള ആളുകളാണെങ്കിൽ അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യുക. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്വാൻസ് ടാക്സ് അടക്കുക. മറ്റൊരു കാര്യം, നമുക്കറിയാം പാർട്ണർഷിപ്പിനായിട്ട് TDS പിടിക്കാത്ത ആളുകളുണ്ടോ. അപ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പാർട്ട്നേഴ്സിന് എന്തെങ്കിലും സാലറി, റെമ്യൂണറേഷൻ, കമ്മീഷൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് TDS പിടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് TDS പിടിച്ച് അതിന്റെ പേയ്മെന്റ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഈ ഒരു 2026-27 എന്നുള്ളത് നല്ലൊരു സാമ്പത്തിക വർഷമായിട്ട് മാറട്ടെ.